ടോപ്പ് ട്യൂഷന്റെ ഫിസിക്സ് ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ 8 സൗണ്ടിൽ വരുന്ന ഫോക്കസ്ഡ് ക്വസ്റ്റ്യൻസുകളാണ്. Question: If we are in a room with a friend and we both shout at the same time, will the sound be louder? Why? അപ്പോൾ നമ്മൾ നമ്മുടെ ഫ്രണ്ടുമായിട്ട് ഒരു റൂമിൽ നിന്നിട്ട് രണ്ടുപേരും ഒരേ സമയത്ത് ഷൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ട് ലൗഡർ ആയിരിക്കുമോ ആണെങ്കിൽ എന്താണ് കാരണം കൂടി പറയണം. അപ്പൊ തീർച്ചയായും അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ട് വന്നിട്ട് ലൗഡർ ആയിരിക്കും. കാരണം സൗണ്ട് വേവ്സ് എനർജി ക്യാരി ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ രണ്ടുപേരും ഉണ്ടാക്കുന്ന സൗണ്ട് വേവ്സ് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ എനർജീസും കൂടിയാണ് അവിടെ ആഡപ്പ് ചെയ്യുന്നത്. ഈ ഒരു ഫിനോമിനേന് കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് എന്നാണ് പറയുന്നത്. ഈ കമ്പൈൻഡ് ആയിട്ടുള്ള വേവ് വന്നിട്ട് ലാർജർ ആംപ്ലിറ്റ്യൂഡ് പ്രൊഡ്യൂസ് ചെയ്യുകയും ലൗഡർ സൗണ്ട് അവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. യെസ്, the sound will likely be louder. Sound waves carry energy, and when two sound waves combine, their energies can add up. This phenomenon is called constructive interference. The combined wave has a larger amplitude, which we perceive as a louder sound. Question: How does a snake hear if it does not have external ears? സ്നേക്കിന് എക്സ്റ്റേണൽ ഇയേഴ്സ് ഇല്ലെങ്കിലും അത് എങ്ങനെയാണ് കേൾക്കുന്നത്? ഇപ്പൊ സ്നേക്ക് വന്നിട്ട് നമ്മളെ പോലെ എയറിലൂടെ വരുന്ന സൗണ്ട് അല്ല കേൾക്കുന്നത്, പകരം ഗ്രൗണ്ടിൽ നിന്നുള്ള വൈബ്രേഷൻ അത് സെൻസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ജോബോൺ വഴിയാണ് വൈബ്രേഷൻസ് പിക്ക് ചെയ്യുന്നത്, എന്നിട്ട് അത് ഇന്നർ ഇയറിലോട്ട് കണക്ട് ചെയ്യുന്നു. അപ്പൊ ഇത് വന്നിട്ട് പ്രേന്റെയും പ്രിഡേറ്റേഴ്സിന്റെ ഒക്കെ മൂവ്മെന്റ് ഡിറ്റക്ട് ചെയ്യാൻ സ്നേക്കിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. A snake does not hear sounds through the air in the way we do. Instead, it senses vibrations from the ground. It picks up these vibrations through its jawbone, which is connected to its inner ear. This allows the snake to detect the movement of prey or predators nearby. Question: What is the difference in how sound is produced by a violin and a tabla? Violin produce ചെയ്യുന്ന സൗണ്ടും തബല പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഇപ്പോൾ വയലിൻ എന്ന് പറയുന്നത് സ്ട്രിങ് ഇൻസ്ട്രുമെന്റ് ആണ്. ഇവിടെ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആ സ്ട്രിങ്സിലൂടെ ഒരു ബോ ഡ്രോ ചെയ്തിട്ടാണ്. അപ്പൊ അതവിടെ വൈബ്രേഷൻ ഉണ്ടാക്കുന്നു. അതേസമയം തബല എന്ന് പറയുന്നത് പെർക്യൂഷൻ ഇൻസ്ട്രുമെന്റ് ആണ്. അപ്പൊ ഇവിടെ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് സ്ട്രക്ചർഡ് മെമ്പറൈനെ ഹാൻഡ്സ് കൊണ്ട് സ്ട്രൈക്ക് ചെയ്തിട്ടാണ്. അപ്പൊ അതുമൂലം അവിടെ ആ മെമ്പറൈനിൽ വൈബ്രേഷൻ ഉണ്ടായിട്ട് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. A violin is a string instrument. Sound is produced by drawing a bow across the strings, causing them to vibrate. A tabla is a percussion instrument. Sound is produced by striking the stretched membrane, that is skin, with the hands, causing the membrane to vibrate. Question: Why is the sound produced by a tuning fork considered a pure tone? എന്തുകൊണ്ടാണ് ട്യൂണിംഗ് ഫോർക്കിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ടിനെ പ്യുവർ ടോൺ ആക്കി കൺസിഡർ ചെയ്യുന്നത്? ഇപ്പൊ ട്യൂണിംഗ് ഫോർക്കിൽ വന്നിട്ട് സ്ട്രക്ക് ചെയ്യുന്ന സമയത്ത് ഒരു സിംഗിൾ സ്പെസിഫിക് ഫ്രീക്വൻസി വൈബ്രേഷൻ കിട്ടുന്നത് പോലെയാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് സൗണ്ട് വേവ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് വളരെ സിമ്പിളും റെഗുലർ പാറ്റേൺ ഉള്ള സൗണ്ട് വേവ്സ് ആണ്. ഇത്തരത്തിലുള്ള സൗണ്ട് ടൈപ്പിനെയാണ് നമ്മൾ പ്യുവർ ടോൺ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. A tuning fork is designed to vibrate at a single specific frequency when struck. This produces a sound wave with a very simple and regular pattern. This type of sound is called a pure tone. Most other musical instruments produce more complex sounds that are a mixture of many different frequencies. കൊടുക്കുന്നതോറും ഏറിടും വിദ്യ തന്നെ മഹാധനം. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. Question: What would happen to the speed of sound if it traveled from air into steel? എയറിൽ നിന്നും സ്റ്റീലിലോട്ട് ട്രാവൽ ചെയ്യുന്ന സമയത്ത് സൗണ്ടിന്റെ സ്പീഡിന് എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത്? ഇപ്പൊ എയറിൽ നിന്നും സ്റ്റീലിലോട്ട് സൗണ്ട് ട്രാവൽ ചെയ്യുന്ന സമയത്ത് സൗണ്ടിന്റെ സ്പീഡ് ഇൻക്രീസ് ആവുകയാണ് ചെയ്യുന്നത്. കാരണം സ്റ്റീൽ പറയുന്നത് സോളിഡ് ആണ്. അപ്പൊ ആ സോളിഡിലുള്ള പാർട്ടിക്കിൾസ് ഒക്കെ നല്ല ക്ലോസ്ലി പാക്ഡ് ആണ്. അതുകൊണ്ട് തന്നെ വൈബ്രേഷൻസ് വന്നിട്ട് പെട്ടെന്ന് തന്നെ ട്രാൻസ്മിറ്റ് ചെയ്യും. അതായത് ഒരു പാർട്ടിക്കിളിൽ നിന്നും മറ്റൊരു പാർട്ടിക്കിളിലോട്ട് പെട്ടെന്ന് തന്നെ ട്രാൻസ്മിറ്റ് ചെയ്യും. അത് മാത്രമല്ല സ്റ്റീലിൽ വന്നിട്ട് സൗണ്ടിന്റെ സ്പീഡ് എയറിലുള്ള സൗണ്ടിന്റെ സ്പീഡിനെക്കാളും 15 മടങ്ങ് കൂടുതലാണ്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം.
The speed of sound would increase significantly. Steel is a solid, and the particles in a solid are much closer together than in air or gas. This allows the vibrations to be transmitted much more quickly from one particle to the next. The speed of sound in steel is more than 15 times the speed of sound in air. Question: Why is it quieter after a fresh snowfall? ഫ്രഷ് ആയിട്ടുള്ള സ്നോഫാളിന് ശേഷം ആ ഭാഗം എന്തുകൊണ്ടാണ് ക്വയറ്റർ ആയിട്ട് ഇരിക്കുന്നത്? ഇപ്പൊ ഫ്രഷ് സോഫ്റ്റ് സ്നോയിൽ വന്നിട്ട് പോറസ് സ്ട്രക്ചർ ആണ് ഉള്ളത്. അതായത് അതിനകത്ത് കുറെ എയർ പോക്കറ്റ്സ് കാണാൻ കഴിയും. ഇപ്പൊ ഈ ഒരു സ്ട്രക്ചർ വന്നിട്ട് സൗണ്ട് വേവ്സിനെ എഫക്റ്റീവായിട്ട് അബ്സോർബ് ചെയ്യും. അതായത് ഒരു സൗണ്ട് വേവ് വന്നിട്ട് ഈ ഒരു സ്നോനെ ഹിറ്റ് ചെയ്യുന്ന സമയത്ത് അതിലുള്ള എനർജി, അതായത് ഈ സൗണ്ട് വേവ്സിലുള്ള എനർജി വന്നിട്ട് സ്നോയിലകത്ത് ട്രാപ്പ് ആവുകയും അതിനെ ഹീറ്റായിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് ഈ ഒരു സൗണ്ടിനെ തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്യാതെ ഹീറ്റാക്കി കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സൗണ്ട് അബ്സോർപ്ഷൻ വന്നിട്ട് സറൗണ്ടിങ്സിൽ വളരെ ക്വയറ്റർ ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാൻ നോക്കാം. Fresh soft snow has a porous structure with lots of air pockets. This structure is very effective at absorbing sound waves. When sound waves hit the snow, their energy gets trapped and converted into heat instead of reflecting back. This absorption of sound makes the surrounding seem much quieter. Question: Can sound be used to do work? സൗണ്ടിനെ വർക്ക് ചെയ്യാൻ യൂസ് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായും സൗണ്ടിനെ വർക്ക് ചെയ്യാൻ യൂസ് ചെയ്യാൻ പറ്റും. കാരണം സൗണ്ട് എന്ന് പറയുന്നത് ഒരു എനർജി ഫോം ആണ്. അതായത് ഒരു വലിയ സൗണ്ടിൽ വന്നിട്ട് കുറെ എനർജി ക്യാരി ചെയ്യാൻ പറ്റും. ഇത് വേണമെങ്കിൽ ഒരു വിൻഡോ വൈബ്രേറ്റ് ചെയ്യാൻ പോലും സാധിക്കുന്നതായിരിക്കും. ഇനി ഒരു ലാബ് ആക്ടിവിറ്റി എടുക്കുകയാണെങ്കിൽ ഒരു വ്യക്തിയുടെ വോയിസ് വന്നിട്ട് അതിന്റെ ഡയഫ്രം വൈബ്രേറ്റ് ചെയ്യാൻ കാരണമാകുന്നു. അതുമൂലം മസ്റ്റാർഡ് സീഡ്സ് ഒക്കെ ജമ്പ് ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പൊ ഇതിന്ന് എന്താ മനസ്സിലാക്കുക വെച്ചാൽ സൗണ്ട് വേവ് വന്നിട്ട് ആ സീഡ്സിനകത്ത് വർക്ക് ചെയ്യുകയാണെന്നാണ്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. യെസ്, since sound is a form of energy, it can be used to do work. A very loud sound, like from a sonic boom, carries enough energy to vibrate windows and even cause them to break. In the lab activity, the sound of a person's voice causes a diaphragm to vibrate, which makes mustard seeds jump. This shows the sound wave doing work on the seeds. ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ചെറിയ ബാച്ച് സൈസിലുള്ള ട്യൂഷൻ ക്ലാസുകളിലൂടെ മികച്ച വിജയം നേടാൻ ഇന്ന് തന്നെ ടോപ്പ് ട്യൂഷൻ സെന്ററിൽ ജോയിൻ ചെയ്യൂ. Question: A person shouts towards a cliff and hears the echo after 4 seconds. If the speed of the sound is 340 meter per second, how far is the cliff from the person? ഇപ്പോൾ ഒരു വ്യക്തി വന്നിട്ട് ക്ലിഫിലോട്ട് ഷൗട്ട് ചെയ്യുന്ന സമയത്ത് അതിന്റെ എക്കോ 4 സെക്കൻഡ്സിന് ശേഷമാണ് കേൾക്കുന്നത്. അപ്പൊ ഈ ഒരു സൗണ്ടിന്റെ സ്പീഡ് എന്ന് പറയുന്നത് 340 മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ ഈ ഒരു വ്യക്തിയിൽ നിന്നും എത്ര ദൂരത്തിലാണ് ക്ലിഫ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് തന്നിട്ടുണ്ട് ടൈം 4 സെക്കൻഡ് ആണ്, സ്പീഡ് 340 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പൊ ഈ ഒരു 4 സെക്കൻഡ് എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ വോയിസ് ആ ക്ലിഫിൽ തട്ടി തിരിച്ച് ഇങ്ങോട്ട് എക്കോ ആയിട്ട് വരുന്ന ടൈമാണ്. അപ്പൊ നമുക്ക് കാണേണ്ടത് ക്ലിഫും ഈ വ്യക്തിയുമായിട്ടുള്ള ദൂരമാണ്. അപ്പൊ ടൈം പറയുന്നത് ഇതിന്റെ ഹാഫ് ആയിരിക്കും. അതായത് 4 സെക്കൻഡ് പെർ ഡിവൈഡഡ് ബൈ 2 ആണ്. ദാറ്റ്സ് ഈക്വൽ ടു 2 സെക്കൻഡ് ആണ് വരിക. ഇനി ഇതിൽ വെച്ചിട്ട് നമുക്ക് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്പീഡ് ഇൻറ്റു ടൈം ആണ്. ഇപ്പൊ സ്പീഡ് നമുക്ക് എത്രയെന്ന് അറിയാം, 340 ഇൻറ്റു നമ്മൾ ടൈം വന്നിട്ട് ഹാഫ് ആക്കിയിട്ടുണ്ട് 2 സെക്കൻഡ്. അപ്പൊ രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 680 മീറ്റേഴ്സ് ആണ് കിട്ടുന്നത്. അപ്പൊ ഇതാണ് ക്ലിഫും ആ പേഴ്സണും തമ്മിലുള്ള ഡിസ്റ്റൻസ് വരുന്നത്. Question: If a mosquito beats its wings 500 times per second, what is the frequency of the buzzing sound it produces? ഒരു മസ്കിറ്റോ വന്നിട്ട് പെർ സെക്കൻഡിൽ 500 ടൈംസ് അതിന്റെ വിങ്സ് ബീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ബസ്സിംഗ് സൗണ്ടിന്റെ ഫ്രീക്വൻസി എന്താണെന്നാണ്. അപ്പോൾ ഒരു സൗണ്ട് വേവിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് പെർ സെക്കൻഡിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന നമ്പർ ഓഫ് വൈബ്രേഷൻസ് ആണ്. അപ്പോൾ ഒരു മസ്കിറ്റോ വന്നിട്ട് 1 സെക്കൻഡിൽ 500 ടൈംസ് അതിന്റെ വിങ്സ് ബീറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ പെർ സെക്കൻഡിൽ 500 വൈബ്രേഷൻസ് ആണ് ഈ വിങ്സ് വൈബ്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവിടെ വരുന്ന, അതായത് ഈ ഒരു മൊസ്കിറ്റോനിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ബസ്സിംഗ് സൗണ്ടിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 500 ഹേർട്സ് ആണ്. അപ്പോൾ ഇതിന്റെ ആൻസർ എങ്ങനെ എഴുതാൻ നോക്കാം.
The frequency of a sound wave is the number of vibrations per second. The mosquito beats its wings 500 times in 1 second. This means the wings are vibrating at a rate of 500 vibrations per second. Therefore, the frequency of the buzzing sound produced is 500 Hz. Question: How does the intensity of sound change as you move away from the source? നമ്മൾ സോഴ്സിൽ നിന്നും ദൂരത്തോട്ട് മാറും തോറും എങ്ങനെയാണ് സൗണ്ടിന്റെ ഇന്റൻസിറ്റി ചേഞ്ച് ചെയ്യുന്നത്? അപ്പോൾ നമ്മൾ ഒരു സൗണ്ട് സോഴ്സിൽ നിന്നും ദൂരത്തോട്ട് നീങ്ങുന്നതനുസരിച്ചിട്ട് അവിടുത്തെ സൗണ്ട് എനർജി വന്നിട്ട് ഒരു ലാർജർ ഏരിയയിലോട്ട് സ്പ്രെഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ആ സൗണ്ടിന്റെ ഇന്റൻസിറ്റി വന്നിട്ട് കുറയുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ദൂരെ പോകുന്തോറും നമ്മുടെ സൗണ്ട് അതിൽ നമ്മൾ കേൾക്കുന്ന ആ സൗണ്ട് സോഴ്സിലുള്ള സൗണ്ട് വന്നിട്ട് കുറഞ്ഞുകൊണ്ട് വരുന്നത്. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. As we move away from a sound source, the sound energy spreads out over a large area. This means the intensity of the sound, which is the energy per unit area, decreases. Specifically, the intensity decreases with the square of the distance from the source. This is why sounds become fainter as we get farther away from them. Subscribe to this channel for more videos like this. Question: Name two animals that produce sound and the body part they use. സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന രണ്ട് അനിമൽസിന്റെ പേര് എഴുതുക. അതോടൊപ്പം അതിന്റെ ഏത് ബോഡി പാർട്ടാണ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നും കൂടെ പറയാം. ഇപ്പൊ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന രണ്ട് അനിമൽസ് പറയുന്നത് ഒന്ന് ഹണീബി ആണ്, പിന്നെ ഒന്ന് കുക്കു ആണ്. ഹണീബി വന്നിട്ട് ബസ്സിംഗ് സൗണ്ട് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ അത് അതിന്റെ വിങ്സ് വൈബ്രേറ്റ് ചെയ്തിട്ടാണ് ആ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി കുക്കു പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു ക്യാരക്ടറിസ്റ്റിക് സോങ് ആണ്. അപ്പൊ ഇതെങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് വെച്ചാൽ അതിന്റെ വോക്കൽ കോഡ്സ് വൈബ്രേറ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാൻ നോക്കാം. The two animals that produce sound and the body part they use are: a honeybee produces a buzzing sound by vibrating its wings very rapidly. A cuckoo produces its characteristic song by vibrating its vocal cords. Question: Which body part of the organisms listed in table mainly vibrate when they make sound? Complete the list by gathering information. താഴെ നമുക്കൊരു ടേബിൾ തന്നിട്ടുണ്ട്. അതിനകത്ത് രണ്ട് കോളം ഉണ്ട്. ആദ്യത്തെ കോളത്തിൽ ഓർഗാനിസത്തിന്റെ ലിസ്റ്റാണ് തന്നിരിക്കുന്നത്. രണ്ടാമത്തെ കോളത്തിൽ വന്നിട്ട് അവർ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഏത് പാർട്ടാണ് വൈബ്രേറ്റ് ചെയ്യുന്നതെന്നാണ്. അപ്പൊ നമുക്ക് ഇതിൽ മിസ്സിംഗ് ഡാറ്റ വന്നിട്ട് ഇൻഫോർമേഷൻ ഗ്യാദർ ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതെങ്ങനെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാം. ഇപ്പൊ നമുക്ക് ആദ്യം വരുന്നത് ഹണീബിയാണ്. അപ്പൊ ഹണീബിയിൽ വന്നിട്ട് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന പാർട്ട് എന്ന് പറയുന്നത് വിങ്സ് ആണ്. പിന്നെ വരുന്നത് എലിഫന്റ് ആണ്. എലിഫന്റിൽ വന്നിട്ട് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി വൈബ്രേറ്റ് ചെയ്യുന്ന പാർട്ട് എന്ന് പറയുന്നത് വോക്കൽ കോഡ്സ് ആണ്. പിന്നെ മൊസ്കിറ്റോ ആണ്. മൊസ്കിറ്റോയിൽ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി വൈബ്രേറ്റ് ചെയ്യുന്ന പാർട്ട് വന്നിട്ട് വിങ്സ് ആണ്. പിന്നെ ഒന്ന് ചീവീടാണ്. ചീവീഡിൽ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി വൈബ്രേറ്റ് ചെയ്യുന്ന പാർട്ട് വന്നിട്ട് ടിംബാലാണ്. പിന്നെ കുക്കു ആണ്. കുക്കുവിന്റെ വോക്കൽ കോഡ്സ് യൂസ് ചെയ്തിട്ടാണ് അവിടെ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ: Analyze the table and answer the questions. താഴെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. അത് അനലൈസ് ചെയ്തിട്ട് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഡസ് സൗണ്ട് ട്രാവൽ അറ്റ് ദ സെയിം സ്പീഡ് ത്രൂ ഓൾ മീഡിയംസ്? എല്ലാ മീഡിയത്തിലൂടെയും സെയിം സ്പീഡിലാണ് സൗണ്ട് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ എല്ലാ മീഡിയത്തിലൂടെയും സൗണ്ട് സെയിം സ്പീഡിലല്ല ട്രാവൽ ചെയ്യുന്നത്. സൗണ്ട് വന്നിട്ട് സോളിഡിലാണ് കുറച്ചും കൂടി ഫാസ്റ്റർ ആയിട്ട് ട്രാവൽ ചെയ്യുന്നത്. അതുപോലെ ലിക്വിഡ്സിലാണ് ഏറ്റവും സ്ലോവർ. അതിലും സ്ലോവസ്റ്റ് ആണ് ഗ്യാസസിൽ വരുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ എങ്ങനെ എഴുതാൻ നോക്കാം. നോ, സൗണ്ട് ട്രാവൽസ് ഫാസ്റ്റർ ഇൻ സോളിഡ്സ്, സ്ലോവർ ഇൻ ലിക്വിഡ്സ് ആൻഡ് സ്ലോവസ്റ്റ് ഇൻ ഗ്യാസസ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഇൻ വിച്ച് സ്റ്റേറ്റ് ഓഫ് മാറ്റർ ഇസ് ദ സ്പീഡ് ഓഫ് സൗണ്ട് ഗ്രേറ്റർ, ഇൻ വിച്ച് ഈസ് ഇറ്റ് ലെസർ? ഏത് സ്റ്റേറ്റ് ഓഫ് മാറ്ററിലാണ് സൗണ്ടിന്റെ സ്പീഡ് ഗ്രേറ്റർ ആയിട്ട് വരുന്നത്? അതോടൊപ്പം അത് ഏത് സ്റ്റേറ്റ് ഓഫ് മാറ്ററിലാണ് സൗണ്ടിന്റെ സ്പീഡ് ലെസ്സർ ആവുന്നത്? ഇപ്പൊ രണ്ട് ക്വസ്റ്റ്യനും ആൻസർ ചെയ്യണം. അപ്പൊ സൗണ്ടിന്റെ സ്പീഡ് വന്നിട്ട് സോളിഡ്സിലാണ് ഗ്രേറ്റർ, അതേസമയം ഗ്യാസസിലാണ് ലെസ്സർ. ഇതിന്റെ ആൻസർ എങ്ങനെ എഴുതാൻ നോക്കാം. The speed of sound is greater in solids and lesser in gases. Question: What are the challenges faced by hearing impaired or deaf people? Deaf people അല്ലെങ്കിൽ ഹിയറിംഗ് പ്രോബ്ലംസ് ഉള്ള ആളുകൾ ഫേസ് ചെയ്യുന്ന ചാലഞ്ചസ് എന്തൊക്കെയാണ്? അപ്പോൾ കാത് കേൾക്കാത്തൊരു അല്ലെങ്കിൽ ഹിയറിംഗ് പ്രശ്നങ്ങളുള്ള ആളുകൾ ഫേസ് ചെയ്യുന്ന
മെയിൻ ആയിട്ടുള്ള ചാലഞ്ചസ് എന്ന് പറയുന്നത് എംപ്ലോയ്മെന്റ് ചാലഞ്ചസ് ആണ്, പിന്നെ എഡ്യൂക്കേഷൻ ഡിഫിക്കൽട്ടീസ്, അതുപോലെ സോഷ്യൽ ഐസൊലേഷന്, കമ്മ്യൂണിക്കേഷൻ ഡിഫിക്കൽട്ടീസ് ഒക്കെയാണ്. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The challenges faced by hearing impaired or deaf people are a barrier to communication, prone to accidents, employment challenges, education difficulties, social isolation. Question: Can sound travel through materials other than air? എയർ കൂടാതെ മറ്റു മെറ്റീരിയൽസിലൂടെ സൗണ്ടിന് ട്രാവൽ ചെയ്യാൻ കഴിയുമോ? അപ്പൊ തീർച്ചയായും സൗണ്ടിന് എയർ അല്ലാതെ ഗ്യാസസ്, ലിക്വിഡ്സ്, സോളിഡ്സ് പോലെയുള്ള മീഡിയത്തിലൂടെയും ട്രാവൽ ചെയ്യാൻ പറ്റും. സൗണ്ടിന് വന്നിട്ട് അതിന് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മീഡിയം അത്യാവശ്യമാണ്. പക്ഷെ സൗണ്ട് വേഗത്തിലൂടെ ട്രാവൽ ചെയ്യുകയില്ല. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. യെസ്, sound can travel not only through air but also through gases, liquids and solids. Sound needs a medium for its propagation. പാലക്കാട് നിവാസികളെ ഞങ്ങളുടെ ക്ലാസ് റൂം ട്യൂഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.